ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫാണ്. ഇപ്പോൾ ഒരാഴ്ചത്തോളമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. ഇനിയും ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ച് പോകാനും. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കാറുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്ക് വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങാറുണ്ട്. രാവിലെ 8-ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും 10 മണിക്കുള്ളതൊക്കെ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അമ്മയും അടുത്തമ്മയും നേരത്തെ എണീച്ചിട്ട് ആദ്യത്തെ പണികളൊക്കെ ഒരുങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഞാൻ തിരുമ്പാനുള്ള തിരുമ്പുകളും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഞാനും റിച്ചേട്ടനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ലല്ലുട്ടി കുറച്ച് വൈകിട്ടാണ് എണീക്കുക. അപ്പോൾ ലല്ലുട്ടിക്ക് കൊടുത്തതിന് ശേഷമാണ് അടുത്തമ്മയും കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനാണ് നോക്കൽ. റിച്ചേട്ടനെ എണ്ണ തേപ്പിച്ചപ്പോൾ ലല്ലുട്ടി പോയിട്ട് ബാത്റൂമിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ബാത്റൂമിലേക്കും ബ്രഷ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ എണ്ണ തേപ്പിച്ച് ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെ കണ്ടപ്പോൾ ഇങ്ങനെ ചാറ്റി നിന്നിട്ട്, പക്ഷേ തോട്ടിക്കൊക്കെ നോക്കിയപ്പോൾ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാവുകൊണ്ട് മഴ നല്ല എത്രത്തോളം പെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പുറത്തേക്ക് എണീറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ റിച്ചോട്ടിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ സുന്ദരക്കുട്ടപ്പനാക്കാൻ നോക്കുക കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഓരോ ദിവസവും കടന്നു പോകൽ. രാവിലെ എണീറ്റാൽ തിരുമ്പുക, കുളിക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റിച്ചോട്ടനെ കുളിപ്പിക്കുകയൊക്കെ കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ റിച്ചോട്ടനെ അവിടുത്തെ പോലെ തന്നെ ഇവിടെ 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു പാലും മുട്ടയും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഡ്രസ്സും പിന്നെ നമ്മളുടെ തോർത്തോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും കൂടി ഒന്ന് അലക്കിയിടാണ് കേട്ടോ ചെയ്തത്. ലല്ലുവിനും മുട്ടയും പാലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അവന് ബാലവാടി പോക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 10 മണിക്ക് ഇവിടുന്ന് കൊടുത്തിട്ട് പറഞ്ഞയക്കാറൊന്നുമില്ല. ചിലപ്പോൾ അടുത്തമ്മ കുറച്ചൊക്കെ കഞ്ഞി കൊടുക്കാറുണ്ട് പോണതിൻ്റെ ഇടയിലും. രാവിലെ എണീറ്റ് പല്ലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് കുറച്ച് കഞ്ഞി കൊടുത്തേക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ റിച്ചുവിന് അവന് ബാലവാടി പോക്കൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അവന് പാലും മുട്ടയും കൊടുക്കുക വിചാരിച്ചിട്ട് പാല് നല്ലോണം ഐസായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക പാലെടുത്ത് വെക്കുക കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ അച്ഛയ്ക്ക് ലീവാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെ പോയിട്ട് തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊണ്ടുവരുമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒന്നുമില്ല, അമ്മ രാവിലെ കുളിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പാർട്സ് നന്നാക്കിയിട്ട് കുളിക്കാൻ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. എന്നാൽ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാർട്സ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാർട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലല്ലുട്ടി റിച്ചുവിനെ മൂട്ടി കൊടുക്കുകയാണ്. അവന് രണ്ടാൾക്ക് എപ്പോഴും മുട്ടായി മറ്റത് മറിച്ചത് പറഞ്ഞിട്ട് അങ്ങനെ കുറുമ്പ് കാട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ അവൻ്റെ അച്ഛൻ കൊടുന്നതാണ് കേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് ലല്ലുവിനെ പോയി എടുത്തൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ലല്ലുവിൻ്റെ അവന് രാവിലെ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് റിച്ചുവിനുള്ളതാണ് കേട്ടോ അത് കൊടുന്നത്. അപ്പോൾ ഞാൻ അവനും കൊടുത്തു, ലല്ലുവിനും കൊടുത്തു. അപ്പോൾ ലല്ലു വേണ്ടെന്നൊക്കെ പറഞ്ഞ് തട്ടൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഞാൻ നീച്ച് പോയ ടൈമിൽ അവൻ്റെ കഴിക്കണതും കണ്ടു കേട്ടോ. ലല്ലുട്ടി ഇതേമാതിരി രാവിലെ തന്നെ മധുരം കഴിച്ച് ഇടയ്ക്ക് ഛർദ്ദിക്കും കേട്ടോ. അതുകൊണ്ടാട്ടോ അവന് ഞാൻ പൊട്ടിച്ച് കൊടുക്കാറ്. അപ്പോൾ പിന്നെ അവനോട് തെറ്റിയിട്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതുമ്പോൾ തന്നെ ഒരു പൊട്ട് ഞാൻ അവന് കാണാതെ എടുത്തിട്ട് പിന്നെ ചെറിയൊരു പൊട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ രാവിലെ ഇനിയും ബാലവാടി പോയിട്ട് ഛർദ്ദിക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണ് അവൻ രാവിലെ കൊടുക്കണില്ല വിചാരിച്ചാണ്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞ് റിച്ചുവിനെ ഇതാക്കിയോണ്ടാണ് ആ നേരത്തെ എടുത്ത് കൊടുക്കേണ്ടി വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അവൻ പോയിട്ടാണ് റിച്ചുവിന് കൊടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ഇതാക്കിയാലും ഈ സോഫയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയി ആകതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്നും കൂടി അടിച്ചു വാരാൻ വിചാരിച്ചിട്ട് അവർ രണ്ടാളെയും അച്ഛൻ്റെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് ഇരുത്തിയിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ.
സത്യം പറഞ്ഞാൽ റിച്ചുവിനും ലല്ലുവിനും ഒറ്റയ്ക്ക് ഇരുത്താൻ തന്നെ പാടില്ല കേട്ടോ. പാടില്ലാന്ന് വെച്ചാൽ അവർ രണ്ടുപേരും പെട്ടെന്ന് അടിപിടി കൂടും. നല്ല രീതിക്ക് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് റിച്ചു കേട്ടോ കാര്യത്തിൽ ഏതുവിന് പോവുക. അവനിപ്പോൾ ലല്ലു വല്ല എന്താ പറയുക ടോയ്സും കൊണ്ട് കളിക്കുകയാണെങ്കിലും റിച്ച് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അതുപോലെ ലല്ലുവിൻ്റെ വണ്ടിയുമേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനൊരു ചെറിയൊരു വണ്ടിയുണ്ട്, അതുമേ ലല്ലുവിനെ കയറാൻ അയക്കില്ല. അങ്ങനെ ഓരോ കാര്യത്തിനും റിച്ചിനാണ് കാര്യമായിട്ട് വാശി പിടിക്കാറ്. അവനൊന്നും പറ്റുമില്ല. പിന്നെ അവനെ ലല്ലുവിനെ നല്ല കാട്ടും ചെയ്യും കേട്ടോ. രണ്ടാളും കാട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഏതുവിന് ഫസ്റ്റ് റിച്ച് പോയാലും ലല്ലു തിരിച്ച് ചെല്ലും. പിന്നെ തിരിച്ച് തച്ചിട്ടില്ലെങ്കിൽ റിച്ചിന് അത് ഭയങ്കര പൂർത്തിയായിട്ടാണ്. എന്ത് പറയാം, അവരെ പിന്നാലെ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ എപ്പോഴും വേണം കേട്ടോ. ഇപ്പോൾ പിന്നെ രാവിലെ കുറച്ച് നേരം വെച്ചാൽ കുറച്ച് നേരം ലല്ലുട്ടി ബാലവാടി പോകും. ഇല്ലാച്ചാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ തന്നെ കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു രസമാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ കളവിലും കച്ചറയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി വെച്ചു കേട്ടോ. ഇവർക്ക് ഇതന്നെ പരിപാടി. കാരണം രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണേനും ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ അപ്പോൾ ലല്ലുട്ടി പോകണ്ട അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ റിച്ചുവിനും തന്നെ കേട്ടോ. അല്ലെങ്കിലൊക്കെ വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകണം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി ഫോൺ വിളിച്ചാലും ഒരു വലിയ വർത്താനമല്ല. അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ചോദിച്ചാൽ ഇല്ല അറിയും. ഞാൻ ചോദിച്ചാലും തന്നെ അങ്ങനെ ഒരു സംസാരം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരിഞ്ഞ് കച്ചറ കൂടണ്ട വിചാരിച്ചിട്ട് ഞാൻ റിച്ചുട്ടിനെ അങ്ങോട്ട് എടുത്തു കൊണ്ടു കേട്ടോ. പിന്നെ അവന് പാല് ഇപ്പോൾ ചെറുതായിട്ട് ഐസൊക്കെ വിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ. ഒരു 10-10 ആകുമ്പോഴാണ് കേട്ടോ പാലൊക്കെ കൊടുക്കാറുള്ളത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാല് ഞാൻ ഇതേമാതിരി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടോ. എനിക്ക് എപ്പോഴും ഈ സോഫ നേരാക്കുക തന്നെയാണ് കേട്ടോ പണി. ഇടയ്ക്കിടയ്ക്ക് ഇത് നേരാക്കുക തന്നെ വേണം. കാരണം അത് എപ്പോഴും ഇതായിട്ടേ കിടക്കാറുള്ളൂ. അത് ഈ 2 കുട്ടികളും അതമേ കളിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ കുട്ടികൾ കളിച്ചാലും ആരിരുന്നാലും ഒന്ന് ഇതാവും. പിന്നെ അത് നേരാക്കിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതേടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി തന്നെ അങ്ങ് നേരാക്കി കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഓൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അമ്മ പാർട്സ് കൊടുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്ത് നേരാക്കിയിട്ട് അടുപ്പയിൽ വെച്ചിട്ടോ. എന്നോട് നോക്കാൻ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയതിൻ്റെ ഇടയിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ലല്ലുട്ടിക്ക് ഇന്ന് പോകാനും തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ നേരത്തെ അവനോട് ഇങ്ങനെ വെറുതെ തമാശയ്ക്ക് സംസാരിച്ച് നമുക്കിന്ന് പോകണോ, ഇന്ന് പാലവാടിക്ക് പോകണ്ടെന്ന് അച്ചച്ചി അമ്മമ്മി എല്ലാവരും ഇല്ലേ, നമുക്ക് വീട്ടിലിരുന്നാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനും തീരെ പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവൻ്റെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്തത്. അവന് കൂട്ടിന് ഇവിടെ നമ്മളെ ആര്യമോളുണ്ട് കേട്ടോ. മുത്തച്ചീൻ്റെ കുട്ടിയാണ്. എനിക്ക് നാത്തൂൻ്റെ കുട്ടിയാണ്. ഇടത്തിനിക്ക് മുത്തച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർ ഉണ്ട് അറിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവലുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ അവസ്ഥ ഇതാണ് കേട്ടോ. അവന് പിന്നെ ഒരു ഉത്സാഹം ഉണ്ടാവില്ല കളിക്കാൻ. അവൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇല്ലാച്ച ഇവിടെ വന്നാൽ ലല്ലുട്ടി ഉണ്ടായാൽ മതി. എന്നെക്കൊണ്ട് വലിയ ഇതുണ്ടായില്ല. പക്ഷേ അവരുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരിക്കണം കേട്ടോ. കാരണം നല്ല കച്ചറയാണ് രണ്ടാളും ഉണ്ടായിക്കഴിഞ്ഞാൽ. ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സിറ്റ് ഔട്ടിലും ഹാളിലൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചു കേട്ടോ. ഇത് ലല്ലുട്ടീൻ്റെ സൈക്കിളാണ് കേട്ടോ. പക്ഷേ റിച്ചുട്ടിന് കാലെത്തൊന്നുമില്ല. എന്നാലും അവന് ഇടയ്ക്കൊക്കെ അങ്ങനെ അവനില്ലാത്ത ടൈമിൽ കയറും കേട്ടോ. ഇല്ല ടൈമിൽ ലല്ലുട്ടിയും കൊടുക്കുന്നില്ല. റിച്ചുവിന് വേറൊരു വണ്ടിയാണ്. അപ്പോൾ അത് റിച്ചും തന്നെ ലല്ലുവിനും കൊടുക്കില്ല. അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര അടി കൂടുതലാണ്. അവൻ ഇല്ലാത്ത ടൈമിലുള്ളൂ അവരെ വണ്ടിയിൽ കയറലും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുട്ടയും പാലൊക്കെ കുടിച്ച് പിന്നെ സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോൾ അച്ചച്ചിയും പേരക്കുട്ടിയും തമ്മിൽ ഇങ്ങനെ കച്ചറ കാട്ടുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ ഇതേമാതിരി റിച്ചു എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ചച്ചനെ നുള്ളപ്പിച്ച് ചെയ്യും. അപ്പോൾ അച്ഛൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് നട്ടുച്ചയെന്ന് പറയാം. നേരെ 12 മണി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡേ മൈ ലൈഫ് എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളവരുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.